ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. എന്താണ് എല്ലാവരും സുഖല്ലേ? പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഇത് കണ്ടില്ലേ എന്തൊരു ഭംഗിയുള്ള അടീനിയം പൂക്കളാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അടീനിയം പൂക്കൾ. അതായത് ഇതൊരു ഡെസേർട്ട് റോസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കൂടുതൽ വെള്ളവും കെയറിങ് ഒന്നും ഇല്ലെങ്കിലും ഇത് നന്നായി സർവൈവ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ ഏറ്റവും അധികം ഡിഫറെൻറ്റ് വെറൈറ്റീസ് പൂക്കളും മൾട്ടി പെറ്റലായിക്കോട്ടെ, സിംഗിൾ പെറ്റലായിക്കോട്ടെ, ഡബിൾ പെറ്റൽ, അങ്ങനെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള എത്ര തരം പൂക്കളാണ് നമ്മുടെ ചുറ്റും കാണുക. ഈ അടീനിയത്തിൻ്റെ ഇത്രയും അധികം വെറൈറ്റീസ് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് ഉള്ള വേറൊരു പ്ലാന്റും നമുക്ക് ഇല്ല എന്ന് പറയാം. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് അടീനിയം. അപ്പോൾ പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് ഈ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എങ്ങനെ ചില പ്ലാന്റ്സ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിനെ പ്രൂൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെ കെയറിങ് ആണ് അതിന് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ അടുത്തും തന്നെ ഈ അഡീനിയം പ്ലാന്റ്സ് ഉണ്ട്. കാരണം എല്ലാവർക്കും വളരെ റയറായിട്ടുള്ള വളരെ ഇഷ്ടത്തോടു കൂടി വാങ്ങിച്ചു വെക്കുന്ന ഒരു പ്ലാന്റാണ്. കാരണം നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണത്. ഈ മഴയുള്ള ഒരു 2-3 മാസം മാത്രമാണ് അതിൽ പൂക്കളൊന്ന് കുറയുള്ളൂ, അല്ലെങ്കിൽ അതിനെ ഒരു കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് അത് മാത്രമാണ്. അല്ലാതിപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള നല്ല വെയിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറഞ്ഞു പൂക്കും. അങ്ങനത്തെ പ്ലാന്റ്സ് ആണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവർക്ക് ആ വെയിൽ നല്ല കറക്റ്റായി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം. അപ്പോൾ ഇനി ഇതിന് ഞാൻ കൊടുക്കുന്ന കെയറിങ് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അഡീനിയം പ്ലാന്റ്സിന് ഞാൻ ചെയ്തത്. ചില പ്ലാന്റ്സ് ഒക്കെ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് മഴയാണല്ലോ എന്ന് എഴുതിയിട്ട് അത് മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ ഇപ്പോൾ ചിലത് കോഡക്സ് വലുതായിട്ട് പോട്ടിന് കേട് പറ്റിയിട്ട് പോട്ട് ഇങ്ങനെ പിളർന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്കത് മാറ്റി വയ്ക്കാൻ നിവർത്തിയുള്ളൂ. ഇനി അടുത്ത വേനൽ വരട്ടേന്ന് കാക്കുമ്പോഴേക്കും അത് കേടായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ എനിക്കത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കിയത് എങ്ങനെയാണ്, അതിൻ്റെ കെയറിങ് എങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ മനോഹരമായിട്ടുള്ള പൂക്കൾ കണ്ടിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ അഡീനിയം പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡെസേർട്ട് പ്ലാന്റ് ആണ്. അതായത് ഡെസേർട്ടിൽ മണൽ രാജ്യത്ത് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അധികം വെള്ളം വേണ്ട, നല്ല വെയിലാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു അഡീനിയം പ്ലാന്റ് വാങ്ങിയിട്ട് നമ്മൾ അതിനെ പോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് നല്ല നീർവാർച്ചയുള്ള, അതായത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചട്ടിയിൽ നിൽക്കരുത്. അങ്ങനെ ഉള്ള ഒരു പോട്ടി മിക്സ് ആണ് നമുക്കിതിനെ ആദ്യം തയ്യാറാക്കി എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലാന്റ് പുതിയതായിട്ട് നമ്മൾ ഓൺലൈനായിട്ടോ എങ്ങനെയും വാങ്ങിയിട്ട് നമ്മളത് നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, നമ്മൾ ആദ്യം തന്നെ അതിനെ എല്ലാ വളങ്ങളും ചേർന്നിട്ടുള്ള മണ്ണിൽ കൊണ്ടുവയ്ക്കരുത്. അത്യാവശ്യം നമ്മുടെ അവിടെ പരിസരത്ത് കിട്ടുന്ന മണ്ണ് നല്ല വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ എടുത്തിട്ട് അതിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ പുതിയതായി കിട്ടുന്ന പ്ലാന്റ് ഏതായാലും ശരി, നമ്മളതിനെ ഒന്ന് സാഫ് കലക്കിയ വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ട് നമ്മൾ അതിനെ എടുത്ത് നന്നായി ഡ്രൈ ആക്കാൻ വെക്കുക. ഒരു 2 ദിവസം ഇരുന്നൊന്ന് പെട്ടെന്ന് തന്നെ അതിൽ വെള്ളമൊക്കെ വലിഞ്ഞു പോവും. എങ്കിലും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒരു സോഫ്റ്റ് ആയതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ്
നമ്മൾ ഈ പുതിയതായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് അതിന് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളരുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പാടില്ല. അപ്പോൾ കൂടുതലും വളങ്ങളൊന്നും ഇടാത്ത ഒരു മണ്ണിലേക്ക് വേണം നമ്മൾ പോട്ട് ചെയ്യാൻ. ഒരു വെള്ളം നന്നായി വാർന്നു പോകുന്ന ഒരു മണ്ണും വേണമെങ്കിൽ മണലും ഇത് ഉമിയൊക്കെ മിക്സ് ചെയ്യാം. അല്ലാതെ അതിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ആദ്യമേ തന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചെടുക്കുന്ന പ്ലാന്റ്സിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് അവര് വേറൊരു അറ്റ്മോസ്ഫിയറിനല്ലേ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ വീണ്ടും ഒന്ന് സാഫിലൊക്കെ മുക്കിയിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ള ചെടികളാണ്, ഇപ്പോൾ 1 വർഷമോ 2 വർഷമൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് തന്നെ വളർത്തിയിട്ടുള്ള ചെടികളാണ് എന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾക്ക് കുറച്ച് വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് നമുക്ക് അതിന് തയ്യാറാക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. പുതിയതായി കിട്ടുന്ന പ്ലാന്റ്സിനൊന്നും കൂടുതൽ വളങ്ങളൊന്നും കൊടുക്കില്ല ഞാൻ. വെറുതെ മണ്ണിലേക്ക് വെച്ചിട്ട് പിന്നെ അതിന് പുതിയ നാമ്പൊക്കെ വന്ന് 1 മാസം 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ പിന്നെ വളങ്ങൾ നമ്മുടെ വേപ്പും ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ കൂടിയിട്ടുള്ള മിശ്രിതം ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഒരു വലിയ പ്ലാന്റാണ്. ലാസ്റ്റ് സീസണിൽ നല്ല ഫ്ലവർ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ചട്ടിയുടെ അടിയിലേക്ക് വേര് വന്നിരിക്കണു. അപ്പോൾ പിന്നെ ഇനി അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേര് ടൈലിന് ചൂട് തട്ടിയിട്ടോ അല്ലെങ്കിൽ വെള്ളമായിട്ടോ ഒക്കെ ഇട്ട് അഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എടുക്കണം. അതിൻ്റെ കോഡെക്സും അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇപ്പം ഇത് പോട്ടി മിക്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വെള്ളമൊക്കെ വാർന്നു പോകുന്ന പെട്ടെന്ന് വളർന്ന് മണ്ണ് താഴേക്ക് വീഴുന്ന കണ്ടില്ലേ, മണ്ണ് താഴേക്ക് വീഴുന്ന അങ്ങനത്തെ ഒരു പോട്ടി മിക്സാണ് ഞാൻ എല്ലാ അഡീനിയം പ്ലാന്റ്സിനും കൊടുക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചാൽ നേരെ അത് താഴേക്ക് പോകും, പോട്ടിലൊട്ടും തങ്ങി നിൽക്കില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ബിഗിനേഴ്സ് ആണെങ്കിലും എല്ലാം ഈ പ്ലാന്റ് നടാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഞാനിത് ഇതെന്ന് എടുത്തിട്ട് ഇത് സാഫ് കലക്കിയിട്ടുള്ള വെള്ളത്തിൽ ഞാനിത് മുക്കി വയ്ക്കും. കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ അതിൽ മുക്കി വയ്ക്കും. എന്നിട്ട് അതിനെ ഒരു 2 ദിവസം ഡ്രൈ ആവാനായിട്ട് വെക്കും. കാരണം അതിൻ്റെ വല്ല വേര് പൊട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞു വേരുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. അപ്പം അതൊന്ന് ഡ്രൈ ആയി വരാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ വെറുതെ സാഫിൽ മുക്കുക മാത്രമല്ല, അതിന് എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സാഫ് കുറച്ചും കൂടി ഒരു കട്ടിയിൽ, അതായത് അതിൽ ഒരു കളറ് പിടിക്കുന്ന രീതിക്ക് ഒന്ന് കലക്കിയിട്ട് എല്ലാം വേരിൻ്റെ മുകളിലും എല്ലാം ആക്കിയിട്ട് ഞാൻ അതിനെ വെച്ചിരിക്കണം. ഞാൻ ഒരു 3 days കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനെ പോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മണ്ണ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മണ്ണിൻ്റെ ഒപ്പം ചേർക്കുന്നത് ഉമിയാണ്. ഉമി ചേർക്കും. പിന്നെ കമ്പോസ്റ്റ്, ഇത് വെർമി കമ്പോസ്റ്റാണ് കേട്ടോ, വെർമി കമ്പോസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് സൂപ്പർ മീൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന വളത്തിൻ്റെ ഒക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സൂപ്പർ മീൽ. എല്ലുപൊടി, പിന്നെ ചാണകപ്പൊടി, പിന്നെ ഒരു നുള്ള് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും കൂടി ഞാൻ ഈ മണ്ണിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എപ്സം സോൾട്ട് ഉണ്ടായിരുന്നു, അതും ഒരു 2 സ്പൂൺ, ചെറിയ സ്പൂണിന് 2 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇപ്പം തന്നെ ഇപ്പം നേരത്തെ കണ്ട പ്ലാന്റിനെ അതേപോലെ എടുത്തിട്ട് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ പിറ്റേന്ന് തന്നെ ആ പ്ലാന്റ് അങ്ങനെ അഴുകിപ്പോവും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇതിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് 2-3 ദിവസം അങ്ങനെ വെക്കും. അപ്പോഴാണ് ഈ ഇതിൽ മണ്ണിൽ ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന് ആ മണ്ണൊന്ന് സെറ്റായി വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഇരിക്കുന്നത് ഇപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് ആ കഴുകി വെച്ച പ്ലാന്റിനെ ഒന്ന് തുണി കൊണ്ടൊക്കെ തുടച്ച് അല്ലെങ്കിൽ കുറച്ചു നേരം വെച്ചാൽ തന്നെ അതൊന്ന് ചെറുതായി വലിയ വെള്ളമൊക്കെ വലിയും. അങ്ങനെ എടുത്ത് ഇതിലിപ്പോൾ ഓട്ട് ചെയ്തിട്ട് നേരെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ആഴ്ച നിൽക്കില്ല ചെടി. പിറ്റേന്ന് തൊട്ട് തന്നെ അതിൻ്റെ അഴുകൽ തുടങ്ങും.
മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമുക്കത് തിരക്കായിട്ട് അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മണ്ണിലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇത് അതിൻ്റെ കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന് ആ മണ്ണൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ മണ്ണ് ഒരുക്കി വെക്കുന്നത്. അപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് പ്ലാന്റ് വാങ്ങിക്കുക, എങ്ങനെ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ വലിയ പ്ലാന്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരികയാണെങ്കിലും ശരി, ഇങ്ങനെ 2 ദിവസം മുന്നേ ആ പ്ലാന്റ് കൈ കിട്ടുന്നതിന് മുന്നേ നമുക്ക് ഈ മണ്ണ്, വെറും മണ്ണാണെങ്കിൽ തന്നെ ഇപ്പോൾ വളമൊന്നും അധികം ചേർക്കുന്നില്ലെങ്കിലും കൂടിയിട്ട് മണ്ണും മണലും ഓമിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 ദിവസം മുന്നേ തന്നെ എടുത്തു വെക്കാം. അതാണ് പ്ലാന്റിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. പിന്നെ ഞാനിതിൽ കുറച്ച് സാഫും കൂടി ചേർത്തുണ്ട് കേട്ടോ, ഇനി ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചേർത്തിട്ടുള്ള ഈ മണ്ണിന് ഞാൻ 3 ദിവസം വെയിറ്റ് ചെയ്യാൻ വെക്കും. അതവിടെ ഇരിക്കും. അപ്പോഴേക്കും ഈ മണ്ണിന്റെ കളർ മാറും കേട്ടോ. ഇപ്പോൾ ഒരു റെഡ് പോലെ മണ്ണിന്റെ കളർ കാണുന്നത് 3 ദിവസം ആകുമ്പോഴേക്കും എല്ലാം ഇതും അതിൽ ചാണകപ്പൊടിയും എല്ലാം കൂടി കലർന്നിട്ടേ ആ മണ്ണിന് ഒരു ബ്ലാക്ക് കളറിൻ്റെ അടുത്തേക്ക് ആവും, ഒരു ബ്രൗൺ ബ്ലാക്ക് അങ്ങനെ ആയിണ്ടാവും ആ മണ്ണ്. അങ്ങനെയാണ് ഞാൻ സാധാരണ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലായാലും നമുക്കത് റിപ്പോർട്ട് ചെയ്ത് പ്ലാന്റ് നല്ല ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റും. കാരണം അതിൻ്റെയൊക്കെ ചിലത് വേര് അടിയിലേക്ക് വരിക, അല്ലെങ്കിൽ പോട്ട് പൊട്ടിപ്പോവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് കേടായി പോവുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മാസത്തിൽ കുറച്ച് പ്ലാന്റ്സൊക്കെ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു കുഴപ്പമില്ല, എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ എല്ലാ മാസത്തിലും എന്ന് പറഞ്ഞ പോലെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ പ്ലാന്റിനും അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റിപ്പോർട്ട് ചെയ്യാം വൈകി പോയിട്ടുള്ള പ്ലാന്റ്സിന് അങ്ങനെ എടുത്ത് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ വേര് അടിയിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വേര് അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ മാസത്തിലും ഒക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തൊരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേരുകൾ പൊട്ടിച്ച് കളയാതിരിക്കുക, മുറിച്ച് കളയാതിരിക്കുക. അതൊന്ന് സെറ്റായി ഒന്ന് ഇത്തിരി നല്ല വെയിലൊക്കെ വന്ന് ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ വേരൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഭംഗിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസമൊക്കെ ഈർപ്പവും തണുപ്പൊക്കെയുള്ള സമയമല്ലേ, അപ്പോൾ കേട് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും വേര് കട്ട് ചെയ്തിട്ടില്ല. കണ്ടോ, ഇത് കട്ട് ചെയ്യണം, നെക്സ്റ്റ് മന്ത് ഞാനത് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ അഡീനിയം പ്ലാന്റ്സിനെ കെയർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ അതിന് ശരിയായിട്ടുള്ള പോട്ടി മിക്സും ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ കെയർ ചെയ്യാം. അപ്പോൾ ഈ മാസത്തിലും നമുക്ക് ധൈര്യമായിട്ട് പോട്ടി മിക്സൊക്കെ മാറ്റി അതിനെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ സാഫ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. സാഫ് കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ പോട്ട് ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.